ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമോ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയത്തിലെ ഇന്നത്തെ പഠന അവതരണ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 11ാം ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് അവതരിപ്പിക്കുന്നത്, പാരായണം ചെയ്യുന്നത്. 11ാം ദശകം ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഒക്കെ ഉത്പത്തിയാണ് പ്രധാനമായിട്ടും ആ ശ്ലോകങ്ങളിൽ പറയുന്നത്. ഇന്നത്തെ അധ്യായം 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ അവതരിപ്പിക്കുന്നതിന് പ്രിയപ്പെട്ട അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നെനിക്ക് വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം വരാഹസ്വാമിയെ പറ്റിയാണല്ലോ പറഞ്ഞു. വരാഹസ്വാമിയെ പറ്റി എവിടെ കേട്ടാലും മനസ്സിനൊരു കുളിരാണ്. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഒന്ന് വരാഹസ്വാമിയെ പോയി ദർശനം നടത്തണം. കോട്ടയ്ക്കകത്ത് എല്ലാവരും പത്മനാഭസ്വാമിയെ കണ്ടിട്ട് തിരിച്ചു പോകും. അവിടെ വരാഹസ്വാമി എന്നൊരാളുണ്ട്, സുന്ദരമായിട്ട് സുഖമായിട്ട് കഴിയുകയാണ്. അപ്പൊ അവിടെ ഒന്ന് ചെന്നാൽ മനസ്സിന് എത്ര സമാധാനം കിട്ടും. ഇത് വായിക്കുമ്പോഴേക്കും എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അപ്പോ വരാഹാവതാരം 11ാമത്തെ ദശകം. ആദ്യം നമ്മൾ ഇന്നലെ വായിച്ച 5 ശ്ലോകങ്ങൾ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമയോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണോ. ഓം നമോ ഭഗവതേ വാസുദേവായ. വരാഹാവതാരത്തെ പറ്റി തുടങ്ങുകയാണ്. ഇന്ന് 2 ദശകമുണ്ട് വരാഹാവതാരത്തില്. അപ്പൊ ആദ്യത്തെ പാർട്ടാണ് ഇപ്പൊ വായിക്കാൻ പോകുന്നത്. അതിൽ 5 ശ്ലോകം ഇന്നലെ വായിച്ചു. ഇന്ന് നമുക്ക് അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, എന്നിട്ട് 6ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാഃ സനകാദയത്തെ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രവേദിരേ മാരുതമന്ദിരേശ. മനോജനൈ ശ്രേയസകാനനാഥ്യൈഃ അനേകവാപി മണിമന്ദിരൈ ച അനോപമം തം ഭവതഃ നികേതം മുനീശ്വര പ്രാപു അതീത കക്ഷ്യാം. ഭവദ്വിദുക്ഷൻ ഭവനം വിഭുക്ഷൻ ദ്വാസ്തൗ ദേഹത്താൻ വിജയാഭിരുദ്ധാം തേഷാം ച ചിത്തേ പദമാപകോപഃ സർവം ഭവത് പ്രേരണയാ ഏവ ഭൂമന്നം. വൈകുണ്ഠലോക അനുജിത പ്രചേഷ്ടൗ കഷ്ടോ യുവാൻ ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവത് ആശ്രയൗ തൗ ഹരിസ്മൃതിഃ ന ആസ്തു ഇതി നേമദൂതാനം. തത് ഏതതാജ്ഞായ ഭവാനവാപ്തഃ സഹ ഏവ ലക്ഷ്മ്യാ ബഹി അംബുജക്ഷ ഗഗേശ്വരാംശ അർപ്പിത ചാരുബാഹുഃ ആനന്ദയൻ താൻ അഭിരാമമൂർത്യാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശാവതാരത്തിലെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളൊക്കെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഭാഗവതത്തിലാവട്ടെ, ഈ നാരായണീയത്തിലാവട്ടെ, ഈ ഓർഡറിലല്ല നമ്മൾ ദശാവതാരങ്ങളെ പറ്റി പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പറയുന്ന അവതാരം വരാഹ അവതാരമാണ്. പിന്നെ നമ്മൾ ഈ വായിച്ച 5 ശ്ലോകങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം പല കഥകളായിട്ട് പലയിടത്തും പല പ്രാവശ്യവും കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജയവിജയന്മാർ എന്ന് പറയുന്ന 2 ദേവന്മാർ ഭഗവാന്റെ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ കാവൽക്കാരായിട്ട് നിന്നിരുന്നു. സനത്കുമാരന്മാരായ ഋഷികൾ വൈകുണ്ഠ ദർശനത്തിന് ഭഗവാനെ ദർശിക്കാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി. ഭഗവാൻ ദേവി ശ്രീലക്ഷ്മിയുമായിട്ട് രമിച്ചിരിക്കുന്ന സമയത്ത് ഇവരെ അകത്തെ കടത്തി വിട്ടില്ല. ഈ സനത്കുമാരന്മാരെ ഈ വിജയന്മാർ അകത്ത് കടത്തി വിട്ടില്ല. ആ ദേഷ്യത്തിൽ അവരെ ശപിച്ചു. നിങ്ങൾക്ക് അസുര സ്വഭാവം, അസുര ഗുണമാണുള്ളത്. നിങ്ങൾ അസുരവിത്തുകളായ അസുരന്മാരുടെ വിത്തിൽ തന്നെ പോയിട്ട് അങ്ങ് അസുരന്മാരായിട്ട് തന്നെ ജനിച്ച് ഭൂമിയിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞിട്ട് ശപിച്ചു വിട്ടു. അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഭഗവാൻ എല്ലാം കാണുന്ന ആളല്ലേ. അപ്പൊ പുറത്ത് ആൾക്കാർ വന്നതും ജയവിജയന്മാർ തടഞ്ഞതും ഒക്കെ അങ്ങനെ കണ്ടിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഉടൻ തന്നെ തിരിച്ചു വന്നിട്ട് സനത്കുമാരോട് ക്ഷമ ചോദിച്ചിട്ട്
അപ്പൊ ഈ ജയവിജയന്മാരൊക്കെ ശപിച്ചത് തന്നെയാണല്ലോ. അപ്പൊ ജയവിജയന്മാർ പറയുന്നു, എപ്പോഴും ഭഗവാനെ നിങ്ങളുടെ നാമം തന്നെ ഞാൻ ഓർത്തിരിക്കുന്ന രീതിയിൽ ഞങ്ങളെ ആക്കണേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ എനിമിയായിട്ട് തന്നെ സൃഷ്ടിക്കും. ആരും സ്നേഹിക്കുന്നവരെ ആരും അധികം ഓർക്കാറില്ല. നമ്മൾ വിരോധികളാണ് ദിവസവും ഓർക്കുന്നത്. അപ്പൊ നമ്മുടെ സ്നേഹമുള്ളവരെ നമ്മൾ ദിവസം ഒരിക്കലും ഓർക്കില്ല. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിയാണ് നമ്മൾ ഓർക്കുക. അപ്പൊ അതുപോലെ ജയവിജയന്മാർ ഭൂമിയിൽ അസുരന്മാരായിട്ട് ജനിച്ചപ്പോഴാണ് അവരെപ്പോഴും ദിവസം രാവിലെ എണീറ്റാൽ അവർ ഓർക്കുന്നത് മഹാവിഷ്ണുവിനെയാണ്. അപ്പൊ ആ രീതിയിലാണ് ആക്കിയത്. അതാണ് ഈ ദശാവതാരങ്ങളും ഈ അവതാരങ്ങളുടെ ലക്ഷ്യവും അസുരന്മാരുടെ ജനനവും ഒക്കെയാണ് നമ്മളിപ്പോ വായിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും രാവണൻ, കുംഭകർണൻ, പിന്നെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, ശിശുപാലൻ, കംസൻ, ഇവരെയൊക്കെ നമ്മളെ കഥകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അപ്പൊ അതാണ് നമ്മളിപ്പോ വായിക്കാൻ പോകുന്നത്. 6ാമത്തെ ശ്ലോകം നമ്മളിപ്പോ വായിക്കാം. പ്രസാദ്യ ഗേർഭി സ്തുപതോ മുനീന്ദ്ര അനന്യനാഥാവതപാർഷതൗ തൗ സംരംഭയോഗേന ഭവൈത്രിഭീമാം ഉപേതമിതി ആത്ത കൃപം ന്യഗാദീഃ തതേതദാജ്ഞായ ഭവാനവാപ്തഃ സഹേവ പ്രസാദ്യ ഗേർഭി സ്തുപതോ മുനീന്ദ്ര അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈത്രിഭീമാം ഉപേതം ഇതി ആത്ത കൃപം ന്യഗാദീഃ പ്രസാദ്യ ഗേർഭിഃ സ്തുപതഃ മുനീന്ദ്രാൻ അനന്യനാഥൗ അഥ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈത്രിഭിർമാ ഉപേത മിഥ്യാത കൃപം ന്യഗാദി. പ്രസാദ്യ ഗേർഭി സ്തുപത മുനീന്ദ്രാൻ അനന്യനാഥൗ അഥ പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈത്രിഭീമാം ഉപേതമിരിയാത്ത ഭവേത് ന്യഗാദീഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പ്രസാദ്യ ഗേർഭി സ്തുപതോ മുനീന്ദ്ര അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവസ്ത്രീഭിഃ ഉപേതമിഥ്യാതപ കൃപാദീഃ. പ്രസാദ്യ ഗേർഭി സ്തുപതോ മുനീന്ദ്ര അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാ ഉപേതമിഥ്യാത കൃപം ന്യഗാദീഃ. ഇതിന്റെ അർത്ഥം എന്താണ്? അനന്തരം തന്നെ സ്തുതിക്കുന്ന മുനിശ്രേഷ്ഠന്മാരെ മൃദുഭാഷണങ്ങളെ കൊണ്ട് സമാധാനിപ്പിച്ചിട്ട് അവര് ദേഷ്യത്തിലിരിക്കുകയാണല്ലോ. ജയവിജയന്മാർ തടഞ്ഞു നിർത്തിയപ്പോൾ അവരെ ശപിച്ചിട്ട് ആ സനത്കുമാരന്മാരൊക്കെ ദേഷ്യത്തിലിരിക്കുന്ന ആ സമയത്ത് ഭഗവാൻ ലക്ഷ്മിയോട് കൂടി പുറത്തേക്ക് വന്നിട്ട് അവരെ മുനിശ്രേഷ്ഠന്മാരെ മൃദുഭാഷണം കൊണ്ട് സമാധാനിപ്പിച്ചിട്ട് മറ്റൊരാശ്രയമില്ലാത്തവരായ ആ സേവകന്മാർ രണ്ടുപേരോടും നിങ്ങൾ ഇരുവരും വൈരമാകുന്ന യോഗം പരിശീലിച്ച് 3 ജന്മങ്ങൾ കൊണ്ട് എന്നെ പ്രാപിക്കുവിൻ എന്ന് വാത്സല്യത്തോടു കൂടി അരുളി ചെയ്തു. ഏതായാലും സനത്കുമാരന്മാർ ശപിച്ചു കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ 3 ജന്മം ഭൂമിയിൽ പോയി ജീവിക്കുക. പക്ഷെ അതിന് എന്നോട് വൈരമുള്ളവരായിട്ട് നിങ്ങൾ ജപിക്കുക. അപ്പൊ എന്നെ എപ്പോഴും ഓർക്കും. നമ്മളെപ്പോഴും യൂണിവേഴ്സൽ ലായാണ്. നമ്മളെ സ്നേഹിതന്മാരെയോ ഒന്നും ഓർക്കാറില്ല. നമ്മളെ വിരോധികളെ നമ്മൾ ദിവസവും ഓർത്തെന്ന് വരും. അതാണ് പറയുന്നത്. ഈ അസുരന്മാരുടെ വിരോധികളാണല്ലോ ദേവന്മാരും ദൈവങ്ങളും. അപ്പോ അസുരനായിട്ട് ജനിക്കുമ്പോൾ മഹാവിഷ്ണുവിനെ ഓർക്കും, ദിവസവും ഓർത്തോണ്ടിരിക്കും. ഇവർ ചോദിച്ചതും അത് തന്നെയാണ്, ഞങ്ങൾ ഭൂമിയിൽ പോക്കോളാം, പക്ഷെ ദിവസവും ഭഗവാനെ ഓർക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി തരണേ. ശരി, നീ ഓർക്കാം, നീ എന്റെ വൈരിയായിട്ട് ജനിച്ചോളൂ, അപ്പൊ നീ എന്നെ ഓർക്കുമല്ലോ എന്നാണ് ഭഗവാൻ ഭൂമിയിലേക്ക് അവരെ പറഞ്ഞു വിട്ടത്. അനന്തരം തന്നെ സ്തുതിക്കുന്ന മുനിശ്രേഷ്ഠന്മാരെ മൃദുഭാഷണം കൊണ്ട് സമാധാനിപ്പിച്ചിട്ട് മറ്റൊരാശ്രയമില്ലാത്തവരായ ആ സേവകന്മാർ രണ്ടുപേരോടും നിങ്ങൾ ഇരുവരും വൈരമാകുന്ന യോഗം പരിശീലിച്ച് 3 ജന്മങ്ങൾ കൊണ്ട് എന്നെ പ്രാപിക്കുവിൻ എന്ന് വാത്സല്യത്തോടെ അരുളി ചെയ്തു. അടുത്ത ശ്ലോകം, 7ാമത്തെ ശ്ലോകം. തുദീയ ഭൃത്യൗ അരകാശ്യപാത്തൗ സുരാരിവീരൗ ഉദിതൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമോ ച ലോകസ്യ യമോ ഇവ അന്യൗ. തുദീയ ഭൃത്യാവസ്തകാശ്യപത്തൗ സുരാരിവീരാവുദിതൗ
സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമോ ച ലോകസ്യ യമാഭിമാന്യൗ തുദീയ ഭൃത്യൗ അധ കാശ്യപാത്തൗ സുര അരി വീരൗ ഉദിതൗ ലിതൗ വൗ സന്ധ്യാ സമത് ഉത്പാദന കഷ്ട ചേഷ്ടൗ യമോഹു ച ലോകസ്യ യമാഭിമാന്യൗ തുദീയ ഭൃത്യാ പദകാശ്യപാത്തൗ സുരാരി വീരാവുദിതൗ ദിതൗ തൗ സന്ധ്യാ സമുത്പാദന കഷ്ട ചേഷ്ടൗ യമോ ച ലോകസ്യ യമാഭിമാന്യൗ. ഇതിന്റെ അർത്ഥം എന്താണ്? അനന്തരം അങ്ങയുടെ സേവകന്മാർ, ഇപ്പൊ നമ്മള് കഥ തിരിച്ച് ഭൂമിയിലേക്ക് വന്നു. നമ്മളിപ്പോ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്ത് നീ മഹാവിഷ്ണു, നീ പണ്ടുകാലത്ത് ഇങ്ങനെ ചെയ്തില്ലേ, ചെയ്തില്ലേ എന്ന് പറയുന്നത് പോലെ അപ്പോ ഈ ഗുരുവായൂരപ്പന്റെ അടുത്ത് നമ്മുടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, അനന്തരം നിങ്ങളുടെ സേവകന്മാരായ അവർ ഇരുവരും കാശ്യപനിൽ നിന്നും ലിതിയിൽ 2 അസുരൻ വീരന്മാരായി ഉത്ഭവിച്ച് സന്ധ്യാകാലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാൽ ക്രൂരവൃത്തികളോടുകൂടി ഇരട്ടയായി ജനിച്ചവരായി അവർ ലോകത്തിന് വേറെ 2 യമന്മാരെ പോലെ ആയിത്തീർന്നു. ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, സന്ധ്യാകാലത്ത് ജനിക്കുന്നവരൊക്കെ അസുരന്മാരായിരിക്കുമെന്ന്. അതെന്തോ എനിക്കറിയില്ല. സന്ധ്യാസമയത്ത് ധാരാളം പേര് ജനിക്കുന്നുണ്ട്. നമുക്ക് 6:30 മണിക്കൊക്കെ ജനിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. പക്ഷെ അതായത് അനന്തരം അങ്ങയുടെ സേവകന്മാരായ അവരിരുവരും കാശ്യപനിൽ നിന്നും ലിതിയിൽ 2 അസുരൻ വീരന്മാരായി ഉത്ഭവിച്ച് സന്ധ്യാകാലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാൽ ക്രൂരവൃത്തികളോടുകൂടി ഇരട്ടയായി ജനിച്ചവരായി അവർ ലോകത്തിന് വേറെ 2 യമന്മാരെ പോലെ ആയി തീർന്നു. ഇതിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. സന്ധ്യാകാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവരായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സന്ധ്യാകാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ സന്ധ്യാകാലത്ത് ജനിച്ചവരെന്ന് ആയിക്കൊള്ളണമെന്നുമില്ല. സന്ധ്യാകാലത്ത് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് സന്ധ്യാകാലത്ത് ഭാര്യാഭർത്താക്കന്മാർ ബന്ധപ്പെട്ടിട്ട് ബീജം കലരുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ബീജം കലരുമ്പോഴാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൺബീജവും പെൺബീജവും കലരുമ്പോഴാണല്ലോ കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പൊ സന്ധ്യാസമയത്ത് സംസർഗം പാടില്ല എന്നുള്ളതിന്റെ കൂടെ ഒരു വിവരവും കൂടെ നമുക്കിപ്പോ കിട്ടുകയാണ്. സന്ധ്യാസമയത്ത് സംസർഗം ചെയ്ത് കിട്ടിയാൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടി അസുരവിത്തുകളായിരിക്കും എന്നും കൂടി നമുക്ക് ഇതിൽ വിവക്ഷിക്കാം, നമുക്ക് ഉദ്ദേശിക്കാം, നമുക്ക് എങ്ങനെ പറയാം. അപ്പൊ അനന്തരം അങ്ങയുടെ സേവകന്മാരായ അവരിരുവരും കാശ്യപനിൽ നിന്നും ലീതിയിൽ 2 അസുര വീരന്മാരായി ഉത്ഭവിച്ച് സന്ധ്യാകാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാൽ ക്രൂരവൃത്തികളോടുകൂടി ഇരട്ടയായി ജനിച്ചവരായി അവർ ലോകത്തിന് വേറെ 2 യമന്മാരെ പോലെ ആയി തീർന്നു. അടുത്ത ശ്ലോകം, 8ാമത്തെ ശ്ലോകം. ഹിരണ്യപൂർവഃ കശിപക്കിലയേകഃ പരഹിരണ്യാക്ഷഃ ഇതി പ്രതീതഃ ഉപഭവത്നാദമശേഷലോകം ഋഷാനുരുന്ധാം നിജവാസനാന്തൗ. ഹിരണ്യപൂർവഃ കശിപക്കിലയേകഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉമൗ ഭവന്നാഥം അശേഷലോകം ഋഷാന്യരുന്ധാം നിജവാസനാന്തൗ. ഹിരണ്യപൂർവ കശിപക്കിലേക പരഹിരണ്യാക്ഷഃ ഇതി പ്രതീതഃ ഉഭൗ ഭവത് നാഥം അശേഷലോകം ഋഷാന്യരുന്ധാം നിജവാസനാന്തൗ. ഹിരണ്യപൂർവഃ കശിപുഃ കില ഏകഃ പരഃ ഹിരണ്യാക്ഷഃ ഇതി പ്രതീതഃ ഉഭൗ ഭവത് നാഥം അശേഷലോകം ഋഷാന്യരുന്ധാം നിജവാസനാന്തൗ. ഋഷാന്യരുന്ധാം നിജവാസനാന്തൗ. ഹിരണ്യപൂർവ കശിപുഃക്കിലൈകഃ പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥമശേഷലോകം ഋഷാനരുന്ധാം നിജവാസനാന്തൗ. ഒരുവൻ ഹിരണ്യകശിപു, ഒരുവൻ ഹിരണ്യാക്ഷൻ എന്നിങ്ങനെ പ്രസിദ്ധരായി ഇരുവരും തങ്ങളുടെ അസുര പ്രകൃതിയാൽ വ്യാമോഹിതരായി
നിൻ തിരുവടിയെ നാഥനായി ലഭിച്ചിട്ടുള്ള ലോകത്തെ മുഴുവൻ അഹങ്കാരം കൊണ്ട് പീഡിപ്പിച്ചു. ഒരുവൻ ഹിരണ്യകശിപു, ഒരുവൻ ഹിരണ്യാക്ഷൻ എന്നിങ്ങനെ പ്രസിദ്ധരായി വളർന്നു. ഇരുവരും അങ്ങയുടെ അസുരപ്രകൃതിയാൽ ഇരുവരും തങ്ങളുടെ അസുരപ്രകൃതിയാൽ വ്യാമോഹിതരായി നിൻ തിരുവടിയെ നാഥനായി ലഭിച്ചിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ അഹങ്കാരത്തോടു കൂടി പീഡിപ്പിച്ചു. രണ്ടുപേരും ഈ ലോകത്തെ പീഡിപ്പിച്ചു. നിന്റെ കീഴിലുള്ള ഈ ലോകത്തെയാണ് അവര് പീഡിപ്പിച്ചത്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപ്പും എന്നാണ് മറ്റേ ഗുരുവായൂരപ്പന്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അവരൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അടുത്തത് 9ാമത്തെ ശ്ലോകം. തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര രണായതാവൻ അനവാപ്ത വൈരീം. തയോവ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായതാവൻ അനവാപ്ത വൈരീ ഭവത്പ്രിയാം ശ്മാം സലിലേ നിമജ്യ ഭവത്പ്രിയാം ശ്മാം സലിലേ നിമജ്യ ചചാര ഗർവാത് വിനദൻ ഗദാവാൻ. തരോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര രണായതാവൻ അനവാപ്ത വൈരീം ഭക്തൈ ഭവത്പ്രിയാം ശ്മാം സലിലേ നിമജ്യ ഭവത്പ്രിയാം ശ്മാം സലിലേ നിമജ്യ ചചാര ഗർവാത് വിനദൻ ഗദാവാൻ. തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര രണായതാവൻ അനവാപ്ത വൈരീ ഭവത്പ്രിയാം ശ്മാം സലിലേ നിമജ്യ ചചാര ഗർവാത് വിനദാൻ ഗദാവാൻ. തയോഹോ ഹിരണ്യാക്ഷ മഹാ അസുരേന്ദ്ര രണായതാവൻ അനവാപ്ത വൈരീ ഭവത്പ്രിയാം ശ്മാം സലിലേ നിമജ്യ ഭവത്പ്രിയാമാം സലിലേ നിമജ്യ ചചാര ഗർവാത് വിനദൻ ഗദാവാൻ. തയോ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര രണായതാവൻ അനവാപ്ത വൈരീ ഭവത്പ്രിയാഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവൻ വിനദൻ ഗദാവാൻ. ഓം നമോ ഭഗവതേ വാസുരായ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അവർ രണ്ടുപേരിൽ, ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും, അവർ രണ്ടുപേരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരശ്രേഷ്ഠൻ യുദ്ധത്തിനായി പാഞ്ഞു നടത്തിയിട്ടും തനിക്ക് തുല്യനായ എതിരാളിയെ കണ്ടെത്താതെ അങ്ങയുടെ പ്രാണപ്രിയയായ ഭൂമി ദേവിയെ വെള്ളത്തിൽ മുങ്ങി താഴ്ത്തി. ഹിരണ്യാക്ഷന് രണ്ടുപേരാണല്ലോ ജനിച്ചത്. ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? ഭയങ്കര പോരാളിയായി മാറി, ക്രൂരനായും ഭൂമിയെ പീഡിപ്പിക്കുകയും എല്ലാരെയും പീഡിപ്പിക്കുകയും ഭയങ്കരമായ വലിയ പോരാളിയായി മാറി. അപ്പൊ അയാളുടെ അടുത്ത് യുദ്ധം ചെയ്യത്തക്ക നിലയ്ക്കുള്ള ഒരാളെ അയാൾക്ക് കിട്ടിയില്ല. അയാളുടെ ശരിക്കുള്ള ഒരു അപ്പോസിഷനുള്ള ഒരാളെ അയാൾക്ക് കിട്ടാത്തത് കൊണ്ട് അയാൾ അവരെ അന്വേഷിച്ച് നടക്കും. എന്നെ തോൽപ്പിക്കാൻ ആരാണ് ഈ ഭൂമിയിലുള്ളത്, എന്നെ വധിക്കാൻ ആരാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അയാൾ ഭൂമി മുഴുവൻ ചുറ്റി കറങ്ങി നടക്കുകയാണ്. അതേ ദേഷ്യത്തിൽ അയാൾ എന്ത് ചെയ്തു? ഭൂമിയെ മുഴുവൻ വെള്ളത്തിൽ താഴ്ത്തി എന്നാണ് പറയുന്നത്. ഭൂമിയെ മുഴുവൻ. അപ്പൊ നമുക്ക് ചോദിക്കാം, ഭൂമിയിൽ തന്നെയല്ലേ ആ സമുദ്രമല്ല നമ്മൾ പറയുന്നത്. ആ ഭൂമി ആകുന്ന ഈ സകല ലോകങ്ങളും വലിയൊരു അന്ധകാരത്തിൽ വലിയൊരു പ്രളയജലത്തിലല്ലേ മുങ്ങിക്കിടക്കുന്നത്. അപ്പോ അങ്ങനത്തെ വലിയൊരു സമുദ്രം, ആ സമുദ്രത്തിനകത്ത് ഭൂമിയെ ഹിരണ്യാക്ഷൻ താഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ സമുദ്രം ഭൂമിയിലുള്ള സമുദ്രമല്ല, വലിയൊരു സമുദ്രം പുറത്തുണ്ട്. ആ സമുദ്രത്തിലേക്ക് ഭൂമിയെ താഴ്ത്തി എന്നാണ് ഈ ഹിരണ്യാക്ഷൻ ഭൂമിയെ ദേഷ്യം കൊണ്ട് താഴ്ത്തി എന്നാണ് പറയപ്പെടുന്നത്. അവർ രണ്ടുപേരിൽ ഹിരണ്യാക്ഷൻ എന്ന അസുരശ്രേഷ്ഠൻ യുദ്ധത്തിനായി പാഞ്ഞു നടന്നിട്ടും തനിക്ക് തുല്യനായ എതിരാളിയെ കണ്ടെത്താതെ അങ്ങയുടെ പ്രാണപ്രിയയായ ഭൂമി ദേവിയെ വെള്ളത്തിൽ മുങ്ങിത്താഴ്ത്തി. മതത്തുള്ളലാൽ അലറിക്കൊണ്ട് ഗദയും കയ്യിലേന്തിയവനായി ചുറ്റി സഞ്ചരിച്ചു. ഭൂമിയെ തള്ളിത്താഴ്ത്തിയത് മാത്രമല്ല, മതത്തുള്ളലാൽ ദേഷ്യത്തിലും ക്രൂരനായ അവൻ ഗദയും കയ്യിൽ പിടിച്ച് എല്ലാ സ്ഥലത്തും ചുറ്റിത്തിരിഞ്ഞു തനിക്ക് പറ്റിയ ഒരു എതിരാളിയെ കാണാൻ. എന്നെ തോൽപ്പിക്കാൻ ആരാണുള്ളത് എന്നുള്ള മട്ടിൽ. എന്നിട്ട് ഭൂമിയെ പിടിച്ച് ഭൂമി ദേവി മഹാവിഷ്ണുവിന്റെ പ്രിയപ്പെട്ടവളായിട്ടാണ് പറയപ്പെടുന്നത്. ഭൂമി ദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ ഭൂമി ദേവിയെ വെള്ളത്തിനകത്ത് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടി നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്. അത് ഇങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ഗുരുവായൂരപ്പൻ അറിയാം. ഒന്ന് പറഞ്ഞ് സംസാരിച്ചോട്ടെ, നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഭൂമി ദേവിയെ ഹിരണ്യാക്ഷൻ
ചവിട്ടി താഴ്ത്തി. അപ്പൊ എന്തുണ്ടായി എന്ന് വരുമല്ലോ. അതാണ് അടുത്ത ശ്ലോകം. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ ത്വാം ഭക്തേകദൃശ്യഃ സകൃപാനിതേ ത്വം നിരുന്തിരോഗാൻ മരുതാലേശം നിശമ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിതേ ത്വം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിതേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ ഗവേഷ ബഭ്രാമ ഗവേഷയ തതശ്ചലേശാത് സദൃശം ഭവന്തം നിശ്യാം തതോ ജലേശാത് സദൃശം ഭവന്തം വരി വിട്ടുപോയി. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമം ഗവേഷയം സ്വാം ഭക്തേക ദൃശ്യസ്യ കൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഒരു മിനിറ്റ്. തതശ്ചലേശാത് സദൃശം ഭവന്തം തതശ്ചലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം ത്വാം ഭക്തേകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അനന്തരം അതിന്റെ അർത്ഥം എന്താണ്? തതശ്ചലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം ത്വാം ഭക്തേക ദൃശ്യ സകൃപാനിധേ ത്വാം നിരുന്തിരോഗാൻ മരുതാലയേശ. അനന്തരം വരുണനിൽ നിന്നും നിൻ തിരുവടിയെ തനിക്ക് തുല്യനാണെന്ന് കേട്ടറിഞ്ഞ് അങ്ങേ അപേക്ഷിച്ചുകൊണ്ട് ചുറ്റി നടന്നു. കരുണാമൂർത്തി ഗുരുവായൂർനാഥ, ഭക്തന്മാർക്ക് മാത്രം കാണപ്പെടാവുന്നതായ അപ്രകാരമുള്ള നിൻ തിരുവടി ലോകങ്ങളെ നീക്കം ചെയ്ത് തരയണമേ. നമ്മൾ നേരത്തെയുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, എവിടെ പോയി എനിക്ക് ചുറ്റിയ എതിരാളി ആരാണ്, എനിക്ക് പറ്റിയ എതിരാളി ആരാണ് എന്ന ആ ക്രുദ്ധനായ ഹിരണ്യാക്ഷൻ ഭൂമിയിലുള്ള എല്ലാരെയും പീഡിപ്പിച്ചിട്ട് ഭൂമി ദേവിയെ സമുദ്രത്തിൽ താഴ്ത്തിയിട്ടിട്ട് എനിക്ക് പറ്റിയ എതിരാളി ആരാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അതളെ കൊണ്ട് നടന്നപ്പോൾ വരുണദേവൻ പറഞ്ഞു, എനിക്ക് പറ്റിയ എതിരാളി ഉണ്ട് അവിടെ. അതാരാണെന്നുള്ള കാര്യം വരുണദേവനാണ് പറഞ്ഞു കൊടുത്തത്. നിൻ തിരുവടിയെ, അതായത് നിനക്ക് പറ്റിയ എതിരാളി അവിടെ ഉണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യം ഹിരണ്യാക്ഷനെ അറിയിച്ചു. നിൻ തിരുവടിയെ പറ്റിയുള്ള കാര്യം വരുണദേവൻ ഹിരണ്യാക്ഷനെ അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അനന്തരം വരുണനിൽ നിന്നും നിൻ തിരുവടിയെ തനിക്ക് തുല്യനായ എതിരാളിയാണെന്ന് കേട്ടറിഞ്ഞ് അങ്ങേ അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടന്നു. വരുണൻ പറഞ്ഞു ഇങ്ങനെ ഒരു എതിരാളി ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഹിരണ്യാക്ഷൻ ചുറ്റി നടന്നു. ഹേ കരുണാമൂർത്തി ഭഗവാനെ, ഗുരുവായൂർനാഥ, ഭക്തന്മാർക്ക് മാത്രം കാണപ്പെടാവുന്ന അപ്രകാരമുള്ള നിൻ തിരുവടി രോഗങ്ങളെ നീക്കി ചെയ്ത് എന്നെ രക്ഷിച്ചു തരയണമേ. അനന്തരം വരുണനിൽ നിന്നും നിൻ തിരുവടിയെ തനിക്ക് തുല്യനാണെന്ന് കേട്ടറിഞ്ഞ് അങ്ങേ അപേക്ഷിച്ചുകൊണ്ട് ചുറ്റി നടന്നു. കരുണാമൂർത്തി ഭഗവാനെ, ഗുരുവായൂരപ്പ, ഭക്തന്മാർക്ക് മാത്രം കാണപ്പെടാവുന്നവനായ അപ്രകാരമുള്ള നിൻ തിരുവടി ലോകങ്ങളെ നീക്കം ചെയ്ത് തരയണമേ. സനകാദികളുടെ വൈകുണ്ഠ പ്രവേശ വർണ്ണനവും ജയവിജയ ശാപ വർണ്ണനവും ഹിരണ്യകശിപു ഹിരണ്യാക്ഷ ഉത്പത്തി വർണ്ണനവും നമ്മളിപ്പോൾ കേട്ടു. അപ്പൊ നമ്മൾ ഈ 10ാമത്തെ ദശകത്തിൽ 3 കാര്യങ്ങളാണ് കേട്ടത്. സനകാദി മുനിവർമാരുടെ വൈകുണ്ഠ പ്രവേശം, ജയവിജയന്മാർക്ക് ശാപം, അവർക്ക് കിട്ടിയ ശാപത്തിന്റെ വർണ്ണനം, പിന്നെ ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും പറ്റിയുള്ള വർണ്ണനം. ഈ 3മാണ് നമ്മൾ ഈ ദശകത്തിൽ കേട്ടത്. ഓം നമോ നാരായണായ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയവാഷ്ണ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ 11ാം ദശകം പാരായണം ചെയ്ത് അർത്ഥം അവതരിപ്പിച്ച് സമാപിച്ചിരിക്കുകയാണ്. ഈ അധ്യായത്തിൽ നമ്മളോട് 11ാം ദശകത്തിലെ
6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം അവതരിപ്പിച്ച പാരായണം ചെയ്ത ബഹുമാനപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്കും നന്ദി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമോ.